മോളിക്കുട്ടിയേ, ഇന്ന് എന്നതാ അത്താഴത്തിന്? പാൽക്കഞ്ഞി പോരായോ? ഓ മതിയേ. അത് കഴിയുമ്പോഴേ ഇതും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്ക്. നാളെ രാവിലെ അപ്പത്തിന് വെജിറ്റബിൾ സ്റ്റൂവാ കറി. അതാ നല്ലത്. ഓ പിന്നെ ഭാര്യയ്ക്ക് മുമ്പിൽ ഭർത്താവ് നിരുപാധികം കീഴടങ്ങുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതത്തിന്റെ പേരാണ് കുടുംബ സമാധാനം എന്ന സത്യം. സ്വന്തം അനുഭവത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ മഹത് വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് കുര്യാക്കോസ്. ഇത് വേണ്ടേ? ഇതെന്താ? വേണം വേണം. ഓക്കെ. ഇത്രയും മതി. തേങ്ങാപ്പാലിനുള്ളതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ. ഓക്കെ. പിന്നെ എന്നതായി നോയിക്കൊണ്ടിരിക്കുന്നേ? തുടങ്ങിക്കോ. എന്താടോ സാർ എനിക്കെന്ന പ്രശംസാപത്രങ്ങളാണ് സാർ. ഒന്നും വെറുതെ ആയിരുന്നില്ലല്ലോ. വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നില്ലേ? 70ഓളം ചെക്ക് കേസുകളിലെ പ്രതി, തനി ഫ്രോഡ്. എന്നിട്ട് ഒരൊറ്റ തവണയെങ്കിലും അവനെ പിടിച്ച് എൻ്റെ മുന്നിൽ ഹാജരാക്കാൻ പറ്റുമോ തനിക്ക്? സാർ എടോ, എൻ്റെ 10-30 കൊല്ലത്തെ കോടതി ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇതുപോലൊരു പ്രതിയും തന്നെ പോലെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനും. സമ്മതിച്ചു സാർ, എല്ലാം എൻ്റെ കഴിവേടാ. പോലീസിന്റെ മുന്നിൽ നിന്ന് കണ്ണുവെട്ടിച്ച് പിടികിട്ടാ പുള്ളികളായി മുങ്ങി നടന്ന എത്ര പ്രതികളെ പുഷ്പം പോലെ പിടിച്ചിട്ടുള്ളവൻ ഈ CI രാധാകൃഷ്ണൻ. ഞാൻ പോലും അവൻ്റെ മുമ്പിൽ തോറ്റു തൊപ്പിയിട്ട് പോയി സാർ. അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് സാർ ഈ രാത്രി തന്നെ സാറിൻ്റെ മുമ്പിൽ വന്നത്. പാതിരാത്രിക്കാണോടോ പ്രായശ്ചിത്തം ചെയ്യുന്നത്? സോറി സാർ. സേവറെ, അവനെ കൊണ്ടുവാ സാർ. നമസ്കാരം സാർ. ഇവനാണ് സാർ ഇത്രയും കാലം സാറിന്റെ വായിൽ തന്നെ ചീത്ത കേൾപ്പിച്ച ആ 70 ചെക്ക് കേസിലെ പ്രതി വിവേകാനന്ദൻ. വിവേകാനന്ദൻ, ആ പേരിൽ ഇന്ത്യയിൽ ഒരു മഹാൻ ജീവിച്ചിരുന്നു. അതറിയോ തനിക്ക്? അറിയാൻ സാർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദ സ്വാമിയല്ലേ? ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ലോകം ജയിച്ചു വന്ന സന്യാസി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ സാർ? എന്നിട്ടാണോ ആ മഹാന്റെ പേര് വിട്ട് ഈ കണ്ട തോന്നിയാസങ്ങൾ മുഴുവൻ താൻ കാണിച്ചു കൂട്ടിയത്? പേരിട്ടത് ഞാനല്ലല്ലോ സാർ, എന്റെ അച്ഛനല്ലേ. ഈ പേരൊരു പാരയാവുന്ന പലവട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള മറുപടി സാറിന് കേൾക്കണോ? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ ആളാ സ്വാമി വിവേകാനന്ദൻ. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്നേ നിന്റെ പേരും നിനക്ക് അഭിമാനം തോന്നും, പേരിട്ട ഈ അച്ഛനോടും. കൊള്ളാം, അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അല്ലടോ, എനിക്കൊരു സംശയം. താൻ എങ്ങനെ ഇത്രയും കാലം ഇയാളുടെ പിടിയിൽ വീഴാതിരുന്നത്? സാറ് ചോദിച്ചിട്ടില്ല. അത് പിന്നെ ഈ പോലീസും പ്രതിയും തമ്മിൽ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? പ്രതിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, പോലീസിന് പ്രതിയുടെ പുറകിൽ മാത്രമല്ലേ ഓടാൻ പറ്റൂ. സാർ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ്. റിമാൻഡ് ചെയ്യാൻ പോവാണോ? ഇപ്പോഴോ? ഇവിടെ വെച്ചോ? എടോ, മജിസ്ട്രേറ്റ് എവിടെയാണോ ഉള്ളത് അതാണ് കോടതി. അതറിയാം സാർ. ഹാജരാക്കുന്ന ഏത് പ്രതിയെയും മുഖം പോലും നോക്കാതെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്ത് കളയും, അതും അറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത്, അത് കേൾക്കാനുള്ള സന്മനസ് സാർ എന്നോട് കാണിക്കണം, പ്ലീസ്. ഇയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അത് വേണം സാർ. പുറത്തു നിൽക്കടോ. സാർ, ദാ, മോളിക്കുട്ടി പ്രാർത്ഥിച്ചു വരുന്നതിന് മുമ്പ് ഈ പച്ചക്കറി മുഴുവൻ നുറുക്കി വെക്കണം. രാവിലത്തെ വെജിറ്റബിൾ സ്റ്റൂവിനുള്ളതാ. സാർ, അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാടോ. നാവ് കൊണ്ടല്ലോ താൻ പച്ചക്കറി അരിയുന്നത്, കത്തി കൊണ്ടല്ലേ. താൻ പറഞ്ഞോ. സാർ. എടോ വിവേകാനന്ദ, തന്നെ 14 ദിവസം റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ടായിട്ടും അത് ചെയ്യാതെ തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായ ഒരു മജിസ്ട്രേറ്റ് ആണ് ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് ആദ്യം പച്ചക്കറി, അതിന്റെ ഇടയിൽ മതി തന്റെ ജീവിത കഥയുടെ വിസ്താരം. സാർ, ഇഞ്ചി, ജിഞ്ചർ ഇത് മിക്സിയിലിട്ട് അടിക്കണോ അതോ കുരുകുരാന്ന് അരിയണോ? തന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ ചെയ്യും. പാലത്ര ബാലകൃഷ്ണൻ എൻ്റെ അച്ഛൻ. ഞങ്ങളുടെ പ്രദേശത്തെ ഒരിടത്തരം നേതാവായിരുന്നു അച്ഛൻ.
ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ധീരമായി പടപൊരുതിയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും തരാൻ കഴിയാത്ത ഈ സർക്കാരുകൾ ഈ നാടിന്റെ ശാപമാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മക്കളിൽ ആണായി പിറന്നത് ഞാൻ മാത്രമായതുകൊണ്ടാവണം, രാഷ്ട്രീയം കഴിഞ്ഞാൽ അച്ഛന് പിന്നെ ഇഷ്ടം എന്നെയായിരുന്നു. ആ ഇഷ്ടം അച്ഛൻ പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. മോനെ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ലോകം മുഴുവൻ കടക്കിണിയിൽ മുങ്ങിത്താഴുമ്പോ നിനക്ക് മാത്രം അതിന്നൊരു മോചനമില്ല വിവേകാനന്ദ. അച്ഛന്റെ കടങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇത് നീ വീട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്റെ ഈ കത്തിലെ വിവരങ്ങൾ അമ്മയോ നിന്റെ കൂടപ്പിറപ്പുകളോ ഒരു കാരണവശാലും അറിയരുത്. അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. സതിച്ചേച്ചി എന്റെ മൂത്ത പെങ്ങള. അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ ചേച്ചിയായിരുന്നു. വെറും 50 പവനും പിന്നെ വെള്ളം കിട്ടാത്ത 1.5 ഏക്കർ പാറി. അതാണ് ശ്രീധരാന്നും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് തന്നത്. എന്നിട്ടിപ്പോ സേതുവേട്ടന് ബിസിനസ് തുടങ്ങാൻ ഒരു 5 ലക്ഷം ചോദിച്ചപ്പോ ഞാൻ മോശക്കാരിയായി. രാഷ്ട്രീയം കളിച്ചേ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ നീ ഒറ്റക്കങ്ങോട്ട് വിഴുങ്ങിയല്ലോ. അതീന്നുള്ള ഓഹരിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാ മതി. വെള്ളം 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 കൂടി വെള്ളം കൂടി. കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ ആങ്ങളെ അമ്മ ഇവിടെ സമാധാനത്തോടെ കഴിയെന്ന് വിചാരിക്കണ്ട. പിന്നെ നീയും. സതിച്ചേച്ചി എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സേതുവളിയൻ സതിച്ചേച്ചിയുടെ ഭർത്താവ്. അളിയൻ പക്ഷെ പാവമായിരുന്നു. മനുഷ്യപ്പറ്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോന്നോരോന്നായി ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ട് ഈ വീടിന് തീയിടും. മനുഷ്യപ്പറ്റ് പ്രകടിപ്പിക്കാൻ ഇതിലും നല്ല മാർഗം അളിയൻ അറിയില്ലായിരുന്നു. എന്റെ കാര്യത്തിൽ എന്താ ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അനിയത്തി ഗീത. ഏട്ടൻ എന്ന നിലയിൽ ഞാനായിരുന്നു അവളുടെ ആദർശ പുരുഷൻ. എന്ത്? എനിക്ക് വയസ്സ് 24 കഴിഞ്ഞു. അതെന്റെ കുറ്റമല്ലല്ലോ മോളെ. എന്റെ കൂടെ പഠിച്ചവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ കുട്ടികളുണ്ടായി. ആലോചനകൾ വരാത്തതുകൊണ്ടല്ലോ ഗീതേ, നീ സമ്മതിക്കാത്തോണ്ടല്ലേ. എങ്ങനെ സമ്മതിക്കും? ചേച്ചിക്ക് 50 പവനും 1.5 ഏക്കറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 75 പവൻ തീർത്ത് കിട്ടണം. അത് തരാനല്ല ഏട്ടന്റെ ഭാവമെങ്കിൽ മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഞാൻ ഒളിച്ചോടി പോവും. ആരുടെ കൂടെ? എത്രയോ പേരെന്റെ പുറകിന് നടക്കുന്നു. അതിലേതെങ്കിലും ഒരു കോന്തന്റെ കൂടെ. പക്ഷേ പിന്നീട് ഏട്ടനാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ കൂടെ തല ഉയർത്തി നടക്കാമെന്ന് സ്വാമി വിവേകാനന്ദൻ വിചാരിക്കണ്ട. വിവേകേട്ടാ, എന്നെ മനസ്സിലായോ? നീയാ കോൺട്രാക്ടർ കൃഷ്ണന്റെ മോനല്ലേ? അതെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ വിവേകേട്ടനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. കണ്ടോളൂ. കണ്ടു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വിവേകേട്ടൻ്റെ അനിയത്തി ഗീതയും ഞാനും തമ്മിൽ ഇഷ്ടത്തില്ല. 7 കൊല്ലായി ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട്. ഒരൊറ്റ പൈസ ശ്രീധരനില്ലാതെ ഗീത കെട്ടാൻ ഞാൻ റെഡിയാ. പക്ഷെ അവള് തയ്യാറല്ല. 75 പവൻ, അതിലൊരു ഗ്രാം കുറയാൻ സമ്മതിക്കില്ല. വിവേകേട്ടൻ ഈ തല കണ്ടോ? മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗീത ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. 75 പവൻ ഉണ്ടാക്കാൻ ഏറ്റെടുക്കുന്ന ഓരോ ദിവസം കഴിയും തോറും അവശേഷിക്കുന്നതും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒടുക്കം പണ്ട ശരിയാവുമ്പോ ഗീതയെങ്ങാനും എന്നെ കെട്ടാൻ റെഡിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോട്ടെ ഏട്ടാ. ഓ, അമ്മ. ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രമായിരുന്നു എന്നെ ഇഷ്ടമില്ലാതിരുന്നത്. അമ്മയുടെ ഇഷ്ടക്കേട് ഓരോ ദിവസവും അമ്മ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു.
ഒന്നും കൂടി കഴിക്കും മോനെ. മതി മതി മതി, വയറ് നിറഞ്ഞു അമ്മേ. അതിന് നീ ഒന്നും തിന്നില്ലല്ലോ. പണ്ടൊക്കെ ഒറ്റ ഇരിപ്പിന് എത്ര ദോശ തിന്നാറുണ്ടായിരുന്നു നീ. അതൊക്കെ പണ്ടല്ലേ അമ്മേ. അന്നത്തെ വിവേകാനന്ദൻ അല്ലല്ലോ ഇന്നത്തെ വിവേകാനന്ദൻ. അത് ശരിയാ. ഇപ്പൊ നീ ഒരുപാട് മാറി. ഏതു നേരവും ഓട്ടം തന്നെയാ ഓട്ടം. അച്ഛൻ സമ്മാനിച്ച കടക്കാരിൽ നിന്നുള്ള ഓട്ടം, അമ്മ ഉദ്ദേശിച്ച ഓട്ടം ഇതായിരുന്നു.